അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അധിക്ഷേപ ആരോപണത്തിൽ നിയമ നടപടിയുമായി ADGP S. ശ്രീജിത്ത്. ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥൻ ദിബിൻ ഇടവണ്ണയ്ക്കും വാർത്ത നൽകിയ മാധ്യമ സ്ഥാപനത്തിനുമെതിരെയാണ് S. ശ്രീജിത്ത് മാനനഷ്ട ഹർജി ഫയൽ ചെയ്തത്. തന്നെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന എന്നാണ് 24-നോട് ADGP S. ശ്രീജിത്തിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസമാണ് ദിബിൻ ഇടവണ്ണ ADGP S. ശ്രീജിത്തിനെതിരെ ഫേസ്ബുക്കിലൂടെ അധിക്ഷേപ ആരോപണം നടത്തുന്നത്. ആരോപണമല്ലാതെ തെളിവുകളോ മറ്റു വിവരങ്ങളോ ഉണ്ടായിരുന്നില്ല. പിന്നാലെ ചില മാധ്യമങ്ങൾ വാർത്തയാക്കി. ഇതിനെതിരെ ADGP S. ശ്രീജിത്ത് തുടർ നിയമ നടപടിക്ക് സർക്കാരിന് കത്ത് നൽകി. ദിബിൻ ഇടവണ്ണയ്ക്കും വാർത്ത സംപ്രേഷണം ചെയ്ത മാധ്യമ സ്ഥാപനത്തിനുമെതിരെ മാനനഷ്ട ഹർജി ഫയൽ ചെയ്തു. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ അച്ചടക്ക നടപടിയെടുത്തതിന് തന്നെ അധിക്ഷേപിക്കാൻ ദിബിൻ ഇടവണ്ണ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നീക്കം നടത്തുന്നുവെന്ന് ADGP S. ശ്രീജിത്ത്. 2023 ഒരു സ്ത്രീപീഡന കേസിൽ പ്രതിയായ എൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു AMVയെ ഞാൻ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ ആധാരമാക്കിക്കൊണ്ട് യാതൊരു വെരിഫിക്കേഷൻ നടത്താതെ ന്യൂസ് മലയാളം ചാനൽ അത് ഇന്നലെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലും എനിക്കെതിരെയുള്ള വലിയൊരു ആരോപണമായിട്ട് അവർ ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ചാനലിലെ ഈ വാർത്ത കൊടുത്ത ആളുകളും ഈ വാർത്തയ്ക്ക് ഹേതുവായ കമൻ്റ് ഇട്ട ഈ വ്യക്തിയും നിയമപരമായ നടപടി നേരിട്ടിട്ട് അവർക്ക് എതിരെയുള്ള നടപടികളിൽ അവർക്ക് ഈ സത്യം തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ അവരെ തുറങ്കിലടക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2023 S. ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ ദിബിൻ ഇടവണ്ണയ്ക്കെതിരെ യുവതി പീഡന പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. പിന്നാലെ കതിരൂർ പോലീസ് കേസെടുത്തതോടെ ദിബിനെതിരെ അച്ചടക്ക ലംഘനത്തിന് നടപടിയെടുത്തു. ലൈസൻസ് ആവശ്യവുമായി എത്തിയ യുവതിയോട് ലൈംഗിക ആവശ്യങ്ങൾക്ക് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു കേസ്. മറ്റൊരു വിഷയത്തിൽ ദിബിൻ നിലവിൽ സസ്പെൻഷനിലാണ്. സർവീസ് ചട്ടം മറികടന്ന് കോച്ചിംഗ് സെന്റർ നടത്തുകയും ഔദ്യോഗിക യൂണിഫോമും വാഹനവും ഉപയോഗിച്ച് പരസ്യം ചെയ്തതിനുമാണ് ഇപ്പോഴത്തെ നടപടി. 24 തിരുവനന്തപുരം.